പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, വൊക്കാസ് പീഡിയയിലേക്ക് സ്വാഗതം. വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് മെയിൻസ് പരീക്ഷയിൽ പേപ്പർ 2-ൽ നിങ്ങൾക്ക് 1 മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് നോളേജ് എക്കണോമി. അപ്പോൾ എന്താണ് നോളേജ് എക്കണോമി? നോളജ് എക്കണോമി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പരമ്പരാഗതമായിട്ടുള്ള എക്കണോമി, അതായത് ട്രഡീഷണൽ എക്കണോമിയും നോളജ് എക്കണോമിയും ഒന്ന് കമ്പയർ ചെയ്ത് വേണം പഠിക്കാൻ. ട്രഡീഷണൽ എക്കണോമി വേഴ്സസ് നോളജ് എക്കണോമി. ഞാൻ നിങ്ങൾക്ക് നാഷണൽ ഇൻകോയുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളിൽ എങ്ങനെയാണ് ഒരു ട്രഡീഷണൽ എക്കണോമി വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് അൾട്ടിമേറ്റ്ലി റിസൾട്ട് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡക്ഷൻ. നമുക്കറിയാം അതൊക്കെയാണ്. ഉൽപ്പാദനത്തിൻ്റെ പിന്നിലെ ഘടകങ്ങളായിട്ട് നമ്മൾ അവിടെ എടുക്കുന്നത് ലാൻഡ്, അതുപോലെ തന്നെ ലേബർ, അല്ലേ? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺട്രപ്രണർഷിപ്പ്. ഇതിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് നമുക്ക് അവിടെ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇതാണ് ഒരു ട്രഡീഷണൽ എക്കണോമി. ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അതേത് സെക്ടർ ആണെങ്കിലും, പ്രൈമറി സെക്ടർ ആണെങ്കിലും, സെക്കൻഡറി സെക്ടർ ആണെങ്കിലും, ടെർഷറി സെക്ടർ ആണെങ്കിലും, നല്ലൊരു പങ്ക് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, അതുപോലെ തന്നെ ഓൺട്രപ്രണറിയൽ ഐഡിയാസ് ഇതുപയോഗിച്ചുകൊണ്ടാണ് ഉൽപ്പാദനം നടക്കുന്നത്. ഇതാണ് ട്രഡീഷണൽ എക്കണോമി. ഇതാണ് ട്രഡീഷണൽ എക്കണോമിക് മോഡൽ. എന്നാൽ നോളജ് എക്കണോമി എന്ന് പറയുമ്പോൾ ലാൻഡ് ആവട്ടെ, ലേബർ ആവട്ടെ, ക്യാപിറ്റൽ ആവട്ടെ, ജനറലി ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം ലാൻഡും ലേബറും ക്യാപിറ്റലും ഭൂമിയായിട്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഉൽപ്പാദനം ഉണ്ടാവുമോ? സ്ഥലമായിട്ടിരുന്നിട്ട് കാര്യമില്ല. ലേബർ അല്ലെ മാൻ ഫോഴ്സ് അവൈലബിൾ ആണെന്ന് കരുതി ഒരു എക്കണോമി വികസിക്കുമോ? ഇല്ല, അല്ലേ? സോ അവർക്ക് സ്കില്ല് വേണം, അവർക്ക് ഈ പറയുന്നത് പോലെ എംപ്ലോയബിലിറ്റി വേണം. ക്യാപിറ്റൽ വെറുതെ ഉണ്ടായിട്ട് കാര്യമില്ല. ക്യാപിറ്റലിൽ ഈ പറയുന്നത് പോലെ ഒപ്റ്റിമൈസ് ചെയ്ത് ക്യാപിറ്റൽ ചിലവാക്കാൻ പറ്റണം. ഇതൊക്കെയാണ് ട്രഡീഷണൽ എക്കണോമിയിൽ ലാൻഡിൻ്റെയും ലേബറിൻ്റെയും ക്യാപിറ്റലിൻ്റെയും ഒരു റോൾ എന്ന് പറയുന്നത്. എന്നാൽ നോളജ് എക്കണോമിയിലോട്ട് വരുമ്പം ഇതിനും അപ്പുറം ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺട്രപ്രണർഷിപ്പിന് മുകളിലായി അവിടെ നോളജ് എക്കണോമിയെ ഡ്രൈവ് ചെയ്യുന്നത് അറിവും ഇൻഫർമേഷനുമാണ്. എന്താണ്? നോളജ് ആൻഡ് ഇൻഫർമേഷൻ ഡ്രിവൺ ആയിട്ടുള്ള ലാൻഡിനേക്കാളും ലേബറിനേക്കാളും ക്യാപിറ്റലിനേക്കാളും അവിടെ പ്രാധാന്യം നോളജിനും ഇൻഫർമേഷനുമാണ്. ഇപ്പോൾ ട്രഡീഷണൽ എക്കണോമിയിൽ ഇപ്പോൾ പ്രൈമറി സെക്ടർ എടുക്കുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ അഗ്രികൾച്ചർ സെക്ടറിൽ എന്താ വേണ്ടത്? അഗ്രികൾച്ചർ സെക്ടറിൽ കൃഷി ചെയ്യാൻ അറിയാവുന്ന കർഷകരും കൃഷിഭൂമിയും ആ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റും മതി അവിടെ പ്രൊഡക്ഷൻ നടക്കാൻ. ഇനി സെക്കൻഡറി സെക്ടറിലോട്ട് പോയി കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റും ഈ പറയുന്നത് പോലെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റും അൺസ്കിൽഡ് ആണെങ്കിലും അവിടുത്തെ യന്ത്രങ്ങളെ പ്രവർത്തിപ്പിക്കാൻ അറിയാവുന്ന വർക്ക് ഫോഴ്സും ഉണ്ടെങ്കിൽ അവിടെ പ്രൊഡക്ഷൻ നടക്കും. എന്നാൽ നമ്മുടെ നോളജ് എക്കണോമിയിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ലേണിങ്ങിലുള്ള R&Dയിലേക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ടെക്നോളജി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നോളജ് എക്കണോമിയിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ ഇതാണ് നോളജ് എക്കണോമിയുടെ വെരി ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ വളരെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. വൊക്കാസ് പീഡിയയുടെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കും. സോ അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വാട്ട് ആർ ദ പില്ലേഴ്സ് ഓഫ് നോളജ് എക്കണോമി? കേരള ഗവൺമെൻറ് നോളജ് എക്കണോമി അല്ലെങ്കിൽ കേരള നോളജ് എക്കണോമി മിഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട പോർട്ടൽസ്, പ്ലാറ്റ്ഫോംസ്, സം ഇനിഷ്യേറ്റീവ്സ്, ഇതെല്ലാം വിശദമായിട്ട് ആ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. സോ മനസ്സിലാക്കുക എന്താണ് നോളജ് എക്കണോമി. നോളജ് എക്കണോമി റെഫേഴ്സ് ടു ആൻ എക്കണോമിക് സിസ്റ്റം വെയർ ദ പ്രൈമറി ഡ്രൈവർ ഓഫ് ഗ്രോത്ത് അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് വെൽത്ത് ക്രിയേഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഈസ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് യൂസ് ഓഫ് നോളജ് ആൻഡ് ഇൻഫർമേഷൻ. നോളജ് ആൻഡ് ഇൻഫർമേഷൻ പ്രൈമറി ഡ്രൈവറായിട്ട് ഇവിടെ നമുക്ക് പറയാം. ഇവിടെ ഡ്രൈവേഴ്സാണുള്ളത്. ലാൻഡും ലേബറും ക്യാപിറ്റലും എല്ലാം എന്താണ്? ആ എക്കണോമിയെ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രൈം മൂവർ എന്ന് പറയുന്നത് എന്താണ്? നോളജ് ആൻഡ് ഇൻഫർമേഷനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഈ PPT ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. PPTയിലേക്കുള്ള ലിങ്ക് ഈ യൂട്യൂബ് വീഡിയോയുടെ അടിയിൽ കാണും. നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ PPT കാണാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കേ. Which of the following is a fundamental characteristic of a knowledge economy? Option A നോക്കുക. റിലയൻസ് പ്രൈമർലി ഓൺ ഫിസിക്കൽ ലേബർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. ഇതൊരു ട്രഡീഷണൽ എക്കണോമിയാണ്. ഇതെന്താണ്? ഫിസിക്കൽ ലേബർ, നാച്ചുറൽ റിസോഴ്സസിനെ ആശ്രയിച്ചുകൊണ്ട് പ്രൈമറി സെക്ടറിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ് ആണ്. ഇതെന്താണ്? ഇതൊരു ട്രഡീഷണൽ എക്കണോമിയാണ്. ഡോമിനൻസ് ഓഫ് ലാർജ് സ്കെയിൽ സ്റ്റാൻഡേർഡൈസ്ഡ് മാനുഫാക്ചറിങ്. എഗെയിൻ അതെന്താണ്? അവിടെയും മാൻ പവറും ഈ പറയുന്നത് പോലെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റും ആണ് പ്രാധാന്യമെങ്കിൽ അതും ട്രഡീഷണൽ എക്കണോമിയാണ്. ജനറേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ആസ് ദ പ്രൈമറി ഡ്രൈവർ ഓഫ് ഗ്രോത്ത്. ഇതാണ് നോളജ് എക്കണോമിയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. സോ ഇതാണ് നോളജ് എക്കണോമി. ഇനി വാട്ട് അബൌട്ട് ദ ഓപ്ഷൻ ഡി? അപ്പോൾ ഇതെല്ലാം നമ്മൾ തെറ്റാണ്.
ട്രഡീഷണൽ എക്കണോമി വരുന്ന ആൻസർ തെറ്റാണ്. നമ്മുടെ അടുത്ത് നോളജ് എക്കണോമിയുടെ കാതലായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ആണ് ചോദിച്ചിരിക്കുന്നത്. സ്ട്രിക്റ്റ് ഗവൺമെൻറ് കൺട്രോൾ ഓവർ ഇൻഫർമേഷൻ ആൻഡ് ഇന്നോവേഷൻ. ഓക്കെ, ഇവിടെ ഗവൺമെൻറ് കയറി ഇൻഫർമേഷനെയും ഇന്നോവേഷനെയും നിയമം വെച്ചോ ഗൈഡ് ലൈൻസ് വെച്ചോ റെഗുലേറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും പ്രൈം മൂവർ ആയിട്ടുള്ള നോളജും ഇൻഫർമേഷനും പ്രൈം മൂവർ ആയിട്ടുള്ള ഡാറ്റ ഡ്രിവൺ ആയിട്ടുള്ള ഒരു എക്കണോമിക്ക് എങ്ങനെ സുഗമമായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും? സോ ഡീറ്റെയിൽഡ് ക്ലാസ് നിങ്ങൾ കാണുക. അവിടെ ഇതിൻ്റെ വിശദമായിട്ടുള്ള ആസ്പെക്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നൗ ദാറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് നോളജ് എക്കണോമി എന്നൊരു ധാരണ കിട്ടിയെന്ന് ധാരണ കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ ഇതിനെ നറിഷ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് കാണുക. ഓക്കെ, സോ സ്ട്രിക്റ്റ് ഗവൺമെൻറ് കൺട്രോൾ ഓവർ ഇൻഫർമേഷൻ ആൻഡ് ഇന്നോവേഷൻ ഈസ് എ ഹിൻഡ്രൻസ് ടു നോളജ് എക്കണോമി. സോ അതും ആൻസർ അല്ല. സോ നമ്മുടെ ആൻസർ ഏതാണ്? ജനറേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ആസ് ദ പ്രൈം ഡ്രൈവർ ഓഫ് ഗ്രോത്ത് എന്നുള്ളതാണ്. ഓക്കെ, സോ ഹോപ്പ് യു എൻജോയ്ഡ് ദ സെഷൻ. ഇതുപോലുള്ള കൂടുതൽ വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പെയ്ഡ് കോഴ്സ് നിങ്ങൾ തീർച്ചയായിട്ടും പരിഗണിക്കുക. ഇത്തരത്തിലുള്ള ക്വാളിറ്റി കണ്ടന്റ്, നിങ്ങളുടെ സെക്രട്ടറി അസിസ്റ്റന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വാളിറ്റി കണ്ടന്റ് നമ്മുടെ പെയ്ഡ് കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. താങ്ക് യു വെരി മച്ച്.